വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കുറേ കാലങ്ങളായിട്ട് നമുക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കുറച്ചധികം ഗ്യാപ്പ് തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഒന്ന് HSCൻ്റെ എക്സാംസ് ഉണ്ടായിരുന്നു, പിന്നെ കല്യാണം ഉണ്ടായിരുന്നു. അതൊക്കെ കാരണമാണ് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നത്. പിന്നെ ഇപ്പോൾ 5th സെമ്മിൻ്റെ ക്ലാസ് എടുക്കുമെന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്താണെന്ന് വെച്ചാൽ നോട്ട്സും കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. ഞാൻ വീട്ടിൽ പോയിട്ട് എടുത്തിട്ട് വേണം. ഞാനിപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ എൻ്റെ വീട്ടിൽ പോയിട്ട് വേണം. ഞാനൊരു 20-ാം തീയതിക്ക് ശേഷമൊക്കെ ആയിരിക്കും പോകുന്നുണ്ടാവാം. ആ സമയത്ത് അവിടെ പോയി എടുത്തിട്ട് നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. അതുവരെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ഷമിക്കാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 5th സെം BSc ബോട്ടണി November 2024 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നോക്കുന്നത്. ജിംനോസ്പോം, പാലിയോബോട്ടണി, ഫൈറ്റോജോഗ്രഫി ആൻഡ് എവല്യൂഷൻ എന്ന് പറയുന്ന പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ പാർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഷോർട്ട് ആൻസർ ആണ്. നമുക്ക് മാക്സിമം മാർക്ക് വരുന്നത് 60 മാർക്കാണ്. ക്രെഡിറ്റ് 3 ആണ്. അപ്പോൾ ആദ്യത്തെ സെക്ഷനിൽ വരുന്നത് പാർട്ട് എയിൽ വരുന്നത് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ അറ്റൻഡ് ചെയ്യണം. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതമാണ്. അപ്പോൾ പാർട്ട് എയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇതിൽ എന്താണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സൈക്കസിലെ ലീഫിന്റെ ഡൈമോർഫിസം എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ 2 ടൈപ്പ് ലീഫ് ഉണ്ട് സൈക്കസിന് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ സൈക്കസിന്റെ ലീഫ് ഡൈമോർഫിസം എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എവല്യൂഷണറി ട്രെൻഡ്സ് ഇൻ ജിംനോസ്പോം. എവല്യൂഷണറി ട്രെൻഡ്സ് ഇൻ ജിംനോസ്പോമിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എന്താണ് ലോങ് ഷൂട്ടും ഡോർഫ് ഷൂട്ടും തമ്മിലുള്ള പൈനസിലെ ലോങ് ഷൂട്ടും ഡോർഫ് ഷൂട്ടും തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനാണ് പറയുന്നത്. അതിൻ്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ, റീകോമ്പിനേഷൻ എങ്ങനെയാണ് ജനറ്റിക് വേരിയബിലിറ്റിക്ക് കാരണമാവുന്നത്? ജനറ്റിക് വേരിയബിലിറ്റിയിൽ റീകോമ്പിനേഷൻ്റെ പങ്ക് എന്താണ് എന്നുള്ളതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. പിന്നെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ, ഓക്കെ, പിന്നെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ റൈനിയയുടെ അതിൻ്റെ ലൈനിൻ്റെ തിക്നെസ് കൂടുതലായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. റൈനിയയുടെ 2 സ്പീഷീസിൻ്റെ സ്പോറോഫൈറ്റിന്റെ സ്ട്രക്ചറിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. കുറച്ചുകൂടെ ഹൈ ലെവൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. നമ്മൾ ജസ്റ്റ് റൈനിയന്റെ ഡീറ്റെയിൽസ് നോക്കാന്നല്ലാണ്ട് അതിൻ്റെ 2 സ്പീഷീസിന്റെ സ്പോറോഫൈറ്റിന്റെ സ്ട്രക്ചേഴ്സിലുള്ള ഡിഫറൻസ് ഒന്നും നമ്മളങ്ങനെ നോക്കുന്നത് കുറവായിരിക്കും. പിന്നെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സാവിത്രി സാഹിനിന്റെ പാലിയോബോട്ടണിയിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്തൊക്കെയാണെന്നുള്ളത്. ഈ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, അത് നോക്കി വെക്കാം. ഓക്കെ. ഇനി പാലിയോബോട്ടണിയുടെ 2 പ്രധാനപ്പെട്ട അല്ലെങ്കിൽ 2 ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഇന്റർപ്രറ്റീവ് ഫൈറ്റോജോഗ്രഫീനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. പിന്നെ എന്താണ് ആർക്കിബാക്ടീരിയ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ് 9ാമത്തെ ക്വസ്റ്റ്യൻ. പിന്നെ ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് എവല്യൂഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട്. പിന്നെ ലോങ് ഡിസ്റ്റൻസ് ഡിസ്പേഴ്സൽ ഹൈപ്പോത്തസിസ്, ബയോജോഗ്രഫിയിലുള്ള ലോങ് ഡിസ്റ്റൻസ് ഡിസ്പേഴ്സൽ ഹൈപ്പോത്തസിസിനെ കുറിച്ചിട്ട് ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കാനാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. പിന്നെ വരുന്നത് നിയോ ഡാർവിനിസം നമ്മുടെ ഒറിജിനൽ ഡാർവിൻ തിയറിയും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്നാണ്. കാരണം ഇത് ടോട്ടൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും എഴുതാം. എന്താണ് ഇതിൽ വരുന്ന സീലിംഗ് എന്ന് പറയുന്നത് 20 മാർക്കാണ്. ഓക്കെ.
20 മാർക്കാണ് അതിൻ്റെ സീലിംഗ് വരുന്നത്. ഇനി അടുത്ത പാർട്ടിൽ വരുന്നത് പാർട്ട് ബിയിൽ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ ചെയ്യാം. ഓരോ ക്വസ്റ്റ്യനും 5 മാർക്ക് വീതമാണ്. ഓക്കെ, അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് ജിംനോസ്പേമിൻ്റെ സ്പേമിലുള്ള പ്രധാനപ്പെട്ട ഡിവിഷൻസും അതിൻ്റെ ക്ലാസിഫിക്കേഷനുമാണ് ചോദിച്ചിട്ടുള്ളത്. ജിംനോസ്പേമിൻ്റെ ക്ലാസിഫിക്കേഷൻ്റെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതൊന്ന് ജസ്റ്റ് നോക്കുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് കമൻറ്റ് ഓൺ ദ എവിഡൻസ് ഫോർ ഇവല്യൂഷൻ പ്രൊവൈഡഡ് ബൈ എംബ്രയോളജി. എംബ്രയോളജിയിൽ എവല്യൂഷൻ്റെ എവിഡൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഗാനിസത്തിൻ്റെ ഏർലി ഡെവലപ്മെൻറ്റൽ സ്റ്റേജിൽ കാണിക്കുന്ന സിമിലാരിറ്റീസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് എംബ്രയോളജിയിൽ എവല്യൂഷനിൽ കാണിക്കുന്ന എവിഡൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് പെട്രിഫിക്കേഷൻ. എങ്ങനെയാണ് പെട്രിഫിക്കേഷൻസ് എന്ന് പറയുന്നത് കംപ്രഷൻ ഫോസിലിനേക്കാളും സുപ്പീരിയർ ആവുന്നത്? അതായത് നമുക്ക് ഫോസിൽസ് പല ടൈപ്പിലുണ്ട്, അതിൽ ഒരു ടൈപ്പാണ് എന്ത് പെട്രിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കമ്പഷൻ ഫോസിൽസ്, അതെങ്ങനെയാണ് കമ്പഷൻ ഫോസിലിനേക്കാളും എന്താണ് പെട്രിഫിക്കേഷൻ കുറച്ചുകൂടി സുപ്പീരിയർ ആണെന്ന് പറയാനുള്ള കാരണം എന്താണ്? അതായത് അത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സ്ട്രക്ചേഴ്സിനെ പ്രിസർവ് ചെയ്യുന്ന രീതി വെച്ചിട്ട് എങ്ങനെയാണ് കംപ്രഷൻ ഫോസിലിനേക്കാളും കുറച്ചുകൂടെ സുപ്പീരിയർ പെട്രിഫിക്കേഷൻ ആണെന്ന് പറയുന്നത്, അതിനെ ജസ്റ്റിഫൈ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് സീനോസോയിക് ഇറയെ ഏജ് ഓഫ് ആൻജിയോസ്പേംസ് എന്നാണ് പറയുന്നത്. അതിന്റെ റീസൺ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി വരുന്നത് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റിന്റെ പാലിയോ ബൊട്ടാണിക്കൽ എവിഡൻസസ് നോട്ട് ചെയ്യാനാണ് അടുത്ത ക്വസ്റ്റ്യൻ. കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റിന്റെ പാലിയോ ബൊട്ടാണിക്കൽ എവിഡൻസസ് എഴുതാനാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. പിന്നെ വരുന്നത് എൻഡമിസം ഡിഫൈൻ ചെയ്യുക, അതുപോലെ തന്നെ എൻഡമിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിയറീസ് ഡിസ്കസ് ചെയ്യുക, അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. പിന്നെ വരുന്നത് അലോപാട്രിക് സിംപാട്രിക് സ്പീസിയേഷനെ കമ്പയർ ചെയ്യുക, അതിലുള്ള സിമിലാരിറ്റീസും ഡിഫറൻസസും വെച്ചിട്ട് അലോപാട്രിക് ആൻഡ് സിംപാട്രിക് സ്പീസിയേഷൻ കമ്പയർ ചെയ്യാനാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ കംപ്ലീറ്റ് ആയിട്ട് എത്രയാണ് 30 മാർക്കാണ് സീലിംഗ് വരുന്നത്. ഓക്കെ, ഇനി പാർട്ട് സിയിൽ വരുന്നത് നമ്മുടെ നീറ്റത്തിൻ്റെ റീപ്രൊഡക്ഷനും ലൈഫ് സൈക്കിളും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വരുന്നത് അതിലേതെങ്കിലും ഒരെണ്ണം മാത്രം നമ്മൾ എഴുതിയാൽ മതി, 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഒന്നുകിൽ നീറ്റത്തിൻ്റെ ലൈഫ് സൈക്കിൾ അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ എഴുതാം, അല്ലെങ്കിൽ നമ്മുടെ പ്ലാന്റ് ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺസിനെ കുറിച്ചിട്ട് ഒരു എസ്സേ എഴുതാം. ഇത്രയാണ് 2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്. ഇതിൽ ചില ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ട് അല്ലേ? ചില ക്വസ്റ്റ്യൻസ് ആ കോമൺ ആയിട്ട് ചോദിക്കുന്ന ട്രെൻഡിൽ കുറച്ചൊക്കെ ഒരു വേരിയേഷൻസ് കാണിക്കുന്നുണ്ട്, എന്നാൽ പോലും പലതും റിപ്പീറ്റിംഗ് ആയിട്ട് ചോദിക്കുന്നതുമുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 2024 ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്.